ആനക്കുളത്ത് വന്നിട്ട് ആനയെ കണ്ടില്ലേ വളരെ മോശമായി പോകത്തില്ലേ? നമ്മൾ എന്തായാലും അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മേളിൽ കടകളുണ്ട്. അപ്പോൾ കടകളിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ ആന കൂട്ടങ്ങൾ ഇറങ്ങി വന്നു. അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ്. ഇതിന് പുറമെ ആനകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അകത്തുനിന്ന് കാടുകളിൽ നിന്ന് ചിഹ്നം വിളിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ. അടുത്ത് ഇറങ്ങി വന്ന കേട്ടോ കാടിനകത്തുനിന്ന് ഒരു തള്ളയും കുട്ടിയും. ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു, കാരണം കാടിനകത്തുനിന്ന് ഇനിയും പിന്നെയും ചിഹ്നം വിളികൾ ഞങ്ങൾ കേൾക്കുന്നു. അതിന്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. തീരെ ചെറുതാട്ടാ, ഭയങ്കര പൊടിയാ. വൃത്തയിലേ അത് വന്നില്ലല്ലോ. വലിയ സാധനം വരില്ല, പകുതി ആൾക്കാരല്ലേ എല്ലാവരും പോയല്ലേ, നമ്മൾ മാത്രമേ കട്ടായിട്ട് വൃത്തിയേട് വേണ്ട പടങ്ങി തിരിച്ചു പോകാൻ പോയി. ഇത് കുടിച്ചാൽ ഓൾറെഡി അത് വേറെ കുടിച്ചു അവന്റെ കുറെ കുട്ടികളുണ്ട്. വേറെ സാധനം വരുന്നുണ്ട് കേട്ടാ. കുട്ടികളെ കൂടി ദാണ്ട വരുന്നുണ്ട്. 1 2 ലൈറ്റ് അടിക്കണേ. സോറി അറിയില്ല. എടുക്കാൻ പാടില്ല. പതിനെട്ടെണ്ണം ഉണ്ട് മൊത്തം. ഇത് നോക്കിയടാ. കൂട്ടത്തില് ഒരു മോഴയും 2-3 കുട്ടിക്കൊമ്പന്മാരും ഉണ്ട് കേട്ടോ.
അതിന്റെ ഇടയ്ക്ക് കുറെ ഫോറിൻ ടീംസ് വന്നെ അവരൊക്കെ പോയി കാരണം 10 minute ഞങ്ങൾ വരുമ്പോഴത്തേനും ഇവിടെ കുറേ ഫോറിനേഴ്സും ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളോട് ഇവര് പറഞ്ഞായിരുന്നു ഞങ്ങൾ 9 മണി കഴിഞ്ഞിട്ടാ വരത്തുള്ളൂ. റൂം എടുത്ത് എല്ലാം സെറ്റായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളിവിടെ മേലെ റൂം എടുത്തു. ഞങ്ങൾ ആദ്യം ഓൾറെഡി വന്നായിരുന്നു, ഒരു 7:30 ആയെന്ന് തോന്നുന്നു. ആ ടൈമിൽ ഇവിടെ വന്നു. അതിനിപ്പോൾ ആനയില്ല. അതിപ്പോൾ അതിന് മുമ്പേ ഞങ്ങളോട് പറഞ്ഞു ഒരെണ്ണം വന്നിട്ട് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. വന്ന് ബാച്ചായിട്ട് നിൽക്കും. ഒരു 1 2 3 കൊമ്പ ഉണ്ടല്ലേ. ശരിയായിട്ടുള്ള കൊമ്പന്മാരുണ്ട്. നിങ്ങളെവിടെന്നാ? ആള് കോട്ടയം. നമ്മൾ നിൽക്കുന്നത് ഇടുക്കിയിലും എറണാകുളത്ത്. ആ കല്ലാണ് ബോർഡ്, ഇടുക്കി എറണാകുളത്തിന്റെ ബോർഡ്. ഇവിടെ ഒരു കല്ലുണ്ട്, ആ കല്ല് ഇടുക്കിയില്ല. ആ കല്ല് കഴിഞ്ഞാൽ അപ്പുറത്ത് എറണാകുളം. ആ കല്ല് മറ്റവനവിടെ കിറിഞ്ചി ഇരിക്കുവാന്ന് തോന്നുന്നു. നോക്കിയേ, ഈ ആനക്കൂട്ടങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതായത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതുങ്ങളുടെ ആ ഒരു കളിയും ആ ഒരു ഒച്ചവെപ്പും കാര്യങ്ങളും ഒരു പ്രത്യേക രസമാണ്. ഈ ആനയൊന്ന് ശ്രദ്ധിച്ച്, ഇതിൻ്റെ കാല് ഇങ്ങനെ വെച്ച് തപ്പി നോക്കുന്നുണ്ടോ? ഇതിനടിയിലെ കല്ലുകൾ മാറ്റി ഈ ഉറവേന്ന് വരുന്ന വെള്ളം കുടിച്ചിട്ട് അതുപോലെ തന്നെ ഈ കല്ലെടുത്ത് ഇതുങ്ങളത് മൂടി വെക്കും. നമുക്ക് രാവിലെ അവിടെ ചെന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഉറവ് വരുന്നുണ്ട്. ഇതിൻ്റെ കാലിനടിയിൽ ഒരു ചെറിയൊരു കുട്ടിയും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് നാട്ടുകാർ പറഞ്ഞു തന്നാൽ. ഇതുപോലെ തന്നെ ഇത് പഴയ പോലെ തന്നെ കല്ല് വെച്ചിട്ടാണ് ഇതുങ്ങൾ തിരിച്ച് കയറി പോകുന്നതെന്ന്.